ഹലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇത് എൻ്റെ കല്യാണത്തിന് വേണ്ടി ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എടുത്ത ജസ്റ്റ് കുറച്ച് ക്ലിപ്സാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്മ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ മാമനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യണം. എനിക്കാണെങ്കിൽ കാറിലിരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ പറ്റാത്ത കാര്യമാണ്. നന്നായി ഛർദ്ദിക്കാൻ വരും. പിന്നെ ഞങ്ങൾ ജോസ്കോയിലെത്തി സെലക്ട് ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ നോക്കി, എനിക്ക് പിന്നെ അത്ര വലിയ പിടുത്തമില്ല സ്വർണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവരെല്ലാവരും നോക്കി. ആദ്യം ഞങ്ങൾ വളയാണ് സെലക്ട് ചെയ്ത്. ഇത്രയൊക്കെ വള തന്നെ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസിനും പറ്റും. വള ഓക്കെ ആയി. നെക്സ്റ്റ് നോക്കിയത് ടെമ്പിൾ കളക്ഷൻ ടൈപ്പിൽ വരുന്ന മാലയാണ്. എനിക്ക് ഈ മൂന്നും നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. നമുക്ക് അധികം വെയിറ്റ് തോന്നിക്കില്ല. പക്ഷെ അതിൻ്റെ പണിക്കൂലി നല്ല കൂടുതലായിരുന്നു. അപ്പോൾ ഒന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പിൾ കളക്ഷൻ്റെ ഒരു മോഡൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാലയൊക്കെ ഇട്ടിരുന്നതിൻ്റെ ഒരു അഹങ്കാരമാണ് എനിക്ക്. പിന്നെ ഞങ്ങൾ ഓർണമെൻറ്റ്സൊക്കെ സെലക്ട് ചെയ്തു. അതൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഫസ്റ്റ് കിടക്കണ ആ ഒരു മാലയാണ് ടെമ്പിൾ കളക്ഷനിൽ വരുന്നത്. ബാക്കിയൊക്കെ സാധാ കേരള മോഡലിൽ വരുന്ന മാലയാണ്. ഞങ്ങളിപ്പോൾ 3 മാല എടുത്തു. പിന്നെ പാലക്ക എനിക്ക് ഓൾറെഡി ഉള്ള മാലയായിരുന്നു. പിന്നെ വളയും എടുത്തു. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കയ്യിലൊക്കെ ഇട്ടു. പിന്നെ അവരത് ഓർഡറാക്കി തന്നു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവർ ഓർഡറൊക്കെ ആക്കി തന്നു. ഞാനത് ഇടുമ്പോഴും ചുറ്റും നന്നായി ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി. സ്വർണ്ണമൊന്നും വേണ്ട പറഞ്ഞ കുട്ടി ഇതാ കണ്ടില്ലേ എത്ര സീരിയസോടെ ഇതൊക്കെ എടുത്തിടണമെന്ന്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പോയി നോക്കി മിററിൽ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഇത്ര ജ്വല്ലറിയൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഇത്തിരി ഓവറായല്ലോ എന്ന്. പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് പട്ടിഷോ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു. എന്തായാലും അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് ഇത്തിരി വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തേരാ നടന്നു ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഇത് ഫൈനലൈസ് ചെയ്യാന്നുള്ളൊരു തീരുമാനം തന്നെ ആയി. പിന്നെ ഞാൻ അവരെ വേണം വെച്ച് വെറുപ്പിക്കാൻ വേണ്ടി മാത്രം കുറേ നേരം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞുല്ലോ, പർച്ചേസൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തത് ബില്ല് കൊടുക്കണം. അപ്പോൾ ബില്ല് വരാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം കാത്തു നിന്നു. പിന്നെ ബില്ലൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോഴേക്കും രാവിലെ പോയതാണേ. പിന്നെ തിരിച്ചിറങ്ങുമ്പോഴേക്കും രാത്രിയായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ തപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിലേക്ക് പോയി ഫുഡ് കഴിച്ചു. നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക്.